അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണല്ലേ. ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഒരു ആഗ്രഹം കഴിഞ്ഞാൽ മറ്റൊരാഗ്രഹം അങ്ങനെ മാറി മാറി വരില്ലേ. കാരണം നമ്മൾ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നടക്കാത്തതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നടന്ന് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖൈറായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും ആയതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ഏതെങ്കിലും ദിവസത്തിൽ, ഏത് ദിവസമാണെങ്കിലും നമുക്ക് 5 വഖ്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഗ്‌രിബിന് മുമ്പായിട്ട് നമ്മൾ ചൊല്ലുന്നൊരു ദിക്റാണ്. പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റൂലേ. അധികം ആൾക്കാരും എന്നല്ല, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും. കാരണം എന്താ വെച്ചാൽ ചിലരൊന്നും ചെയ്യാറില്ല, എന്നാൽ ചിലരൊക്കെ ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഈ മഹത്തായ ദിക്റ്. നമ്മളെ തുലാസിൽ കനം കൂടാനൊക്കെ ഈ ദിക്റ് വളരെയധികം ഫലവത്താണ്. കാരണം തുലാസിൽ കനം കൂടും ഈ ദിക്റ് ചൊല്ലിയാൽ. കഴിയുന്നവരൊക്കെ രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും ചൊല്ലാൻ സമയം കണ്ടെത്തണം. അങ്ങനെ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഈ ദിക്റ് 101 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം സൂറത്തു ഫാത്തിഹ 11 പ്രാവശ്യം, ആയത്തുൽ കുർസി 11 പ്രാവശ്യം, ഇഖ്ലാസ് 21 പ്രാവശ്യം, ഫലക്ക് 11 പ്രാവശ്യം, നാസ് 7 പ്രാവശ്യം അങ്ങനെ ഓതുക. അങ്ങനെ ഓതിയതിനു ശേഷം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ള ഈ മഹത്തായ ദിക്റ് 151 പ്രാവശ്യം ചൊല്ലുക. ആ ചൊല്ലി കഴിയുന്നതോടു കൂടി ഞാൻ എന്ത് ചെയ്യും, നമ്മളെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ശേഷം നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കുക. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. ആ ഹാജത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ഈ സൂറത്തും ഓതുക. ശേഷം നമ്മുടെ ആവശ്യം എന്താണോ അത് അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പെട്ടെന്ന് പൂവണിഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരും, നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റിത്തരും. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ആലോചിച്ചിട്ടാണോ വിഷമിക്കുന്നത്, ആ വിഷമത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ അപ്പം തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാവകാശം നമുക്ക് അതിന് വേണ്ടി, കാരണം അപ്പോൾ അതേക്കാരം ഹൈർ എന്ന് നമ്മൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കി. ഇത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. എനിക്കും ഫലം കിട്ടിയിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ആത്മീയ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം, കാരണം ഫലം കിട്ടിയോ ഇല്ലേന്ന്. അല്ലാതെ ഞാനിങ്ങനെ പറയണേന് അതിനൊരു കാര്യം വേണ്ടേ. കാരണം
എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ കേട്ട് പോകുന്നുള്ളൂ. കാരണം അങ്ങനെ കേട്ട് പോകുന്നത് ആരൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇനി എൻ്റെതല്ല, എൻ്റെ ചാനൽ മാത്രമല്ല മറ്റുള്ളവരുടെ ചാനലിലും കണ്ടിട്ട് അത് ചെയ്യാതെ വെറും കേട്ടുകാണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാനടക്കം അങ്ങനെ ആയിരുന്നു. അൽഹംദുലില്ലാ ചൊല്ലിയപ്പോൾ എനിക്കും ഓരോ കാര്യത്തിലും ഫലം കിട്ടാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കൈവിടില്ല എന്നുള്ളതിന് എനിക്ക് ഉറപ്പുള്ള എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ, കാരണം നമ്മൾ തളരുന്ന സമയത്ത് അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിന് തെളിവുകൾ പല സമയത്തും എന്നെ കരകയറ്റിയിട്ടുണ്ട്. അവ ഇങ്ങനെ ചെയ്തു നോക്കി. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ആരും മറക്കരുത്. ധാരാളം സ്വലാത്ത് ചൊല്ലുക. എത്രത്തോളം നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നുവോ അത്രത്തോളം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളൊരു നിയ്യത്ത് വെക്കണം. ഞാൻ ഇന്ന് ഇത്ര സ്വലാത്ത് ചൊല്ലുന്ന ആത്മാർത്ഥമായിട്ട് അതെൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാനും എൻ്റെ പ്രയാസങ്ങൾ നീങ്ങാനും ഇടങ്ങേറൊന്നുമില്ലാതെ ദുഃഖമൊന്നുമില്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഹലാലായ എല്ലാ മുറാദുകളും ഹാസിലാകാനും അതുപോലെ തന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അതൊക്കെ നീങ്ങിക്കിട്ടാനും ഏത് തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദിവസവും ധാരാളം സ്വലാത്ത് ചൊല്ലുക. അതിനൊക്കെ നമുക്ക് ഫലം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ കഴിയുന്നവരൊക്കെ എത്ര നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയും അത്രത്തോളം സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.